ഗൈസ് നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. മിസ് ഇപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? നമുക്ക് USS എക്സാം ഇതാ ഇങ്ങ് എത്താറായി. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചാലോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചാലോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡി ആണെങ്കിലേ മിസ്സിന്റെ ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു ഉഷാറോട് കൂടി നല്ല സ്മാർട്ടായിട്ട് ഇരിക്കുന്നുള്ള വിശ്വാസത്തിൽ മിസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. യെസ്, അതിനു മുന്നേ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. രമ്യ ഭൂഭാഗ ഭംഗികൾ മയക്കും ആരെയും. കുമാരനാശാന്റെ ഏതു കവിതയിലെ വരികളാണിത്? എന്താ മക്കളെ? രമ്യ ഭൂഭാഗ ഭംഗികൾ മയക്കും ആരെയും. യെസ്, നളിനി. നളിനി എന്ന കവിതയിലെ വരികളാണ് കേട്ടോ ഇത്. അപ്പൊ നളിനിയാണ്, മറക്കരുത് മറക്കരുത് മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മലയാളത്തിലെ ആദ്യ ചെറുകഥയായി പരിഗണിക്കുന്ന വാസനാവികൃതി ഏതു മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? വാസനാവികൃതി. വാസനാവികൃതിയാണ് ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. ഏതായിരിക്കും? വിദ്യാ വിനോദിനി. വിദ്യാ വിനോദിനി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ ഒരുപാട് ഈ ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് അവിടെ മനപ്പാടായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ? ആരാടാ? നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ ഏതാണ്? ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ ഏതാണ്? യെസ്, ആത്മകഥയ്ക്ക് ഒരാമുഖം. ആത്മകഥയ്ക്ക് ഒരാമുഖം. അടുത്തത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏതു വാദ്യവുമായി ബന്ധപ്പെട്ട കലാകാരനാണ്? ഏതാണ്? ചെണ്ട. അല്ലേ? നമ്മൾ ആ ഒരു ചെണ്ടക്കൊട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തോന്ന് മേലുന്നിട്ട് കയറാണ്ടല്ലേ? ഒരു വല്ലാത്തൊരു വികാരമാണല്ലേ ചെണ്ടകൊട്ട് എന്നൊക്കെ പറയണത്. നിങ്ങൾക്ക് അങ്ങനെയാണോടാ? മിസ്സിന് അങ്ങനെയാട്ടോ. ഈ ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ ചെണ്ടകൊട്ട് സത്യം പറയണമെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇമ്പക്ക് ആ കൊട്ടയൊക്കെ ഇങ്ങനെ അറിയാതെ തുള്ളി പോകുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് മിസ്സിനുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ. കണ്ണുകളിൽ ജ്വലിച്ചു നിന്നത് എന്താണ്? പ്രത്യാശ. കണ്ണുകള നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകളിൽ ജ്വലിച്ചു നിന്നത് എന്താണ്? പ്രത്യാശയാണ്. പ്രത്യാശ. കൊച്ചനുജൻ എന്ന കവിത രചിച്ചത് ആരാണ്? കൊച്ചനുജൻ എന്ന കവിത രചിച്ചത് ആരാണ് മക്കളെ? ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ചതാണ് എന്താണ്? കൊച്ചനുജൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അജന്ത എന്ന കവിത ആർ രാമചന്ദ്രൻ ഏത് കവിതാ സമാഹാരത്തിലെയാണ്? ഏതാടാ? ശ്യാമസുന്ദരി അല്ലേ? യെസ്. അടുത്ത ചോദ്യം. കഴിഞ്ഞ കാലം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? കഴിഞ്ഞ കാലാണ്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കടലിനക്കരെ. വരി അറിയില്ലെങ്കിലും മിസ് പാടും, നിങ്ങൾക്ക് അറിയാലോ. കഴിഞ്ഞ കാലം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഏതാണ്? ആത്മകഥ. എന്താണ്? ആത്മകഥ. അടുത്തത്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവി ആരാണ്? നമ്മുടെ കുമാരനാശൻ, അല്ലാതെ വേറെ ആരാല്ലേ? ഇത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലേ മക്കളെ? അപ്പോൾ മക്കളെ ഇത് മറക്കരുത്. എന്താണ്? മഹാകാവ്യം എഴുതാതെ മഹാകവി ആയിട്ടുള്ള ആളാണ് ആര്? കുമാരനാശാൻ. യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു, പഠിച്ചു അല്ലേ? മിസ്സിൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഇതൊക്കെ സെറ്റാക്കി അപ്പം തന്നെ പഠിച്ചു പോകണം കേട്ടോ. മാത്രമല്ല മിസ്സിൻ്റെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.